വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിന്നേഴ്സ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ലോഗ് വരുന്നത് ആദ്യയുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. ആദ്യയുടെ വീട്ടിൽ നമ്മൾ തൊടുപുഴയുടെ അടുത്ത് ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കൊടയത്തൂര്. അവിടെ ഉത്സവമാണ്. ഉത്സവത്തിന് വേണ്ടി പോകുന്ന വീഡിയോ ആണ് ഇന്നത്തെ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട്. എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന എന്നെയും മാവിയും കാത്തു നിൽക്കുവാണ് കേട്ടോ. എനിക്ക് ഒരു പ്രാന്തിയെ പോലെ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടുള്ള കോലമാണിത്. പുട്ടിയൊക്കെ ആകപ്പാടെ വേർത്തൊലിച്ച് നമ്മൾ നടന്നിട്ടാണല്ലോ വരുന്നത്. ഒരു ½ നടക്കാനുള്ള ദൂരമുണ്ട് എയർപോർട്ട് ടു ഹോം. അപ്പോൾ നമ്മൾ വന്നിട്ടും ഇതുങ്ങളുടെ ഒരുക്കമൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വീക്ക് ഓഫ് ആയിട്ടുള്ള 3ൻ്റെയും കഴിഞ്ഞിട്ടുണ്ടായി. പിന്നെ ആദ്യമായിരുന്നു ഒക്കെ കഴിഞ്ഞിരുന്നത്. അവളുടെ വീട്ടിലേക്കാണല്ലോ പോവേണ്ടത്. അപ്പോൾ എൻ്റെ ഒരുക്കമൊക്കെ കഴിഞ്ഞു. അമ്മ ഒരു ബാഗ് എടുത്തിട്ട് വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചു വരുമ്പോൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിരുന്നു. ഒരുത്തി കോമ്പിനേഷൻ ട്രൈ ചെയ്തിരിക്കുന്നതൊക്കെ ചുരിദാറിൻ്റെ ഒപ്പം ഷൂ. നമ്മളിങ്ങനത്തെ വെറൈറ്റീസ് മാത്രമേ കേട്ടോ പിടിക്കാറുള്ളൂ. അപ്പോൾ ഏറെക്കുറെ എല്ലാവരും ഒരുങ്ങിക്കഴിഞ്ഞു. എന്നത്തെയും പോലെ തന്നെ ലാസ്റ്റ് വരുന്നത് മനു ആയതുകൊണ്ട് വീടും പൂട്ടി ഇറങ്ങാൻ നിൽക്കുവാണ്. എല്ലാവരും അമ്പലത്തിലേക്ക് പോകാനുള്ള കോസ്റ്റ്യൂമാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ജീൻസും ഇതാണ് സിമ്പിളായിട്ട് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ബിക്കോസ് നമ്മൾ എന്തായാലും അവിടെ എത്തുമ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡ്രസ്സ് കയറിയപ്പോൾ തന്നെ നമ്മളൊരു കുപ്പി വെള്ളം വാങ്ങിയിട്ടുണ്ടായി. ഒറ്റയ്ക്ക് ഇരിക്കുവാണ് മഞ്ഞുരയും കാലത്തിൽ ജാനിക്കുട്ടിയെ പോലെ. എന്തായാലേ ഓരോരുത്തരും ഓരോ വിൻഡോ പോയി. മനും ആദ്യം ഞങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നതെങ്കിലും ഇവർക്കായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ തൊടുപുഴയിലെത്തി. സത്യം പറയാമല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് തൊടുപുഴയിലേക്ക് വരുന്നത്. അങ്ങനെ തൊടുപുഴ ഇവിടെ നമുക്ക് മൂലമറ്റത്തേക്ക് പോകാനുള്ള വഴിയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ബട്ട് നമ്മൾ ഹോം ടൂർ എന്നുള്ള രീതിക്ക് ആദ്യത്തെ വീട്ടിലേക്കാണ് വരുന്നത്. അധികം അവിടെ ചുറ്റിക്കറങ്ങാനൊന്നും നിന്നിട്ടില്ല. പോണ വഴിക്ക് നമ്മൾ പൈനാപ്പിൾ തോട്ടമൊക്കെ കണ്ടു കേട്ടോ. നല്ല രസമാണ് പോണ വഴി. അവിടെ എത്തിയപ്പോഴേക്കും നല്ല തണവായിരുന്നു. എന്ന് വെച്ചാൽ അത്ര തണവില്ല, ഹൈ റേഞ്ച് ഒന്നല്ല. കാറ്റുണ്ടായിരുന്നു, നല്ല കാറ്റുണ്ടായിരുന്നു, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. പിന്നെ അപ്പുറം നമുക്കിവിടെ ഡാമുണ്ട്. ഈ ഡാമിൻ്റെ അവിടെ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ സെറ്റാക്കി. ഓട്ടോയിൽ പോകുമ്പോൾ പിന്നെ പാലക്കാടും ഇടുക്കിയും തമ്മിലുള്ള ചെറിയ രീതിക്കുള്ള സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ഓൺ വോയിസ് ഇടാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ഇടുന്നില്ല. അമ്പലത്തിലെത്തി. നമ്മളെത്തിയ സമയം ഏകദേശം 1:30-2 മണിയോട് അടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ പൊങ്കാല ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ആദ്യയുടെ അമ്മയൊക്കെ പൊങ്കാല ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പിന്നെ അമ്പലത്തിലേക്ക് കയറിയ പാടെ പിന്നെ ഫുഡ് കഴിക്കാനുള്ള ടൈമാണ്. വേറെ നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിലേക്ക് കയറാൻ പറ്റില്ല. എന്തായാലും പാവങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് സെറ്റായതായിരുന്നു. കുറച്ച് നേരമായിട്ട് അമ്മ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കണ്ടു. അങ്ങനെ നമ്മൾ പായസം ഇതൊക്കെ കഴിച്ചു. 2ാമത്തെ പായസമൊക്കെ പറഞ്ഞിട്ട് ഇരുന്ന് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറഞ്ഞ പോലെ തന്നെ അവിടെ നിന്ന് ഊഞ്ഞാലാടുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവിടെ നിന്ന്. എന്ത് മനോഹരമായ ഗ്രാമം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് പൊരിയും അതുപോലെ തന്നെ പൊരിയില്ല, വീട്ടിലേക്ക് കുറച്ച് സ്നാക്സും പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിച്ചു. ആ ഒരു ചൂടത്ത് വെള്ളത്തിലേക്ക് ഒന്ന് കാലിട്ടപ്പോൾ തന്നെ എന്ത് സുഖമായിരുന്നെന്നാ. അങ്ങനെ നമ്മൾ ആദ്യം വീട്ടിലേക്ക് എത്തി. തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് ഇച്ചിരി ദൂരം കൂടുതലുണ്ട് കേട്ടോ. ഒരു ½ അടുത്ത് നടക്കാനുണ്ട്. അപ്പോൾ നടന്ന് നമ്മൾ ഓരോരുത്തരായിട്ടാണ് എത്തുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അമ്മ വെള്ളം കലക്കി വെച്ചിരുന്നു, ടാങ്ക് കലക്കി വെച്ചിരുന്നു. ടാങ്കും കുടിച്ച് നമ്മളവിടെ കുറച്ച് നേരം സൊറ പറഞ്ഞിരുന്നു. ഇത് അമ്മ തന്നെ ഉണ്ടാക്കിയ പൊങ്കലിൻ്റെ പായസമാണ്. അപ്പോൾ അതും കുടിച്ചു. അത്യാവശ്യം വയറ് നിറഞ്ഞിരിക്കുന്ന ഞങ്ങളെയാണ് നിങ്ങളീ കാണുന്നത്. എനിക്ക് ടി വിയിൽ മുഖം നോക്കുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അവിടെ പോയപ്പോൾ നികിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു കേട്ടോ. വില മതിക്കാനാവാത്ത ക്വസ്റ്റ്യൻസ് കാരണം അവൾ മരത്തിൽ നോക്കി നിൽക്കുമായിരുന്നു. ഇത് കൊക്കോടെ മരമാണ്. അപ്പോൾ അത് പഴുത്തിട്ടില്ല. പഴുത്ത് കഴിഞ്ഞ് കാണിക്കായിരുന്നു. പഴുത്തിട്ടില്ല, പച്ചയാണ്. നമ്മളെ അമ്മയോട് യാത്ര പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അമ്മയ്ക്ക് ലാസ്റ്റ് സങ്കടമായി.
അങ്ങനെ നമ്മൾ തിരിച്ച് തൊടുപുഴയിലെത്തി. തൊടുപുഴയിൽ നിന്ന് ബസ് കാത്ത് നിൽക്കുവാണ്. അവിടുന്ന് പിന്നെ ബസ് ഉണ്ടെന്ന് പറയുന്നത് 6:30 മറ്റോ ആണ്. 1 മണിക്കൂർ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ട സമയത്ത് എനിക്ക് സീറ്റ് കിട്ടിയില്ല. നിങ്ങളൊക്കെ സീറ്റിലിരുന്ന് ഫോണും തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ നിന്നാക്കി തന്ന കുറച്ച് ബാലൻസ് ടാങ്ക് ഉണ്ടായിരുന്നു, അത് കുടിക്കുവാണ് മനു. നമ്മളങ്ങനെ ബസ് കയറി KSRTC. ഇവിടുന്ന് KSRTC ആണ് കേട്ടോ എളുപ്പം. തിരിച്ച് നമ്മൾ അങ്കമാലി എത്തിയപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള രീതിക്ക് ചപ്പാത്തി, ചിക്കൻ പാർട്സ്, ബീഫ് പൊട്ടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അടുത്ത ട്രാവൽ വ്ളോഗ്സും അതുപോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫും എല്ലാമായിട്ട് വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.